നമ്മളൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വേൾഡിലാണല്ലേ ജീവിക്കുന്നത്. ഒരുപാട് സമയം നമ്മൾ പല കാര്യങ്ങൾക്ക് അറ്റ് എ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇമോഷണലി എക്സോസ്റ്റഡ് ആയി പോകുന്നുണ്ടോ, നമ്മൾ കറക്റ്റായിട്ടാണോ നമ്മുടെ സമയം വിനിയോഗിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒരു സെൽഫ് അവെയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം ഡെയിലി. നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയുന്ന ഡയലോഗ്സ് എന്താണെന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചേഞ്ച് അനുഭവപ്പെടും. അപ്പോൾ റിക്കറിങ് ആയിട്ട് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ വരുന്ന തോട്ട്സ് നമ്മുടെ മെൻ്റൽ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ജേർണലിങ്ങോ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ ഓട്ടോമാറ്റിക് റിയാക്ഷൻസും നമ്മൾ കണ്ടിന്യൂസ്ലി ബിലീവ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ വൺസ് അത് ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും നമ്മളുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന തോട്ട്സ് ഏതൊക്കെയാണ്, നമ്മളെ ഉൾവലിയിപ്പിക്കുന്ന തോട്ട്സ് ഏതൊക്കെയാണെന്ന്. ഈ ഒരു തോട്ട് പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ വരുന്ന തോട്ട്സിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് നമ്മുടെ അതർ ഇമോഷൻസ്, ഡിസിഷൻസ്, ഹാബിറ്റ്സ്, ഇതെല്ലാം നമുക്ക് ഇതിനെല്ലാം ഈ തോട്ട്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ നമ്മൾ ഇതിനെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും. നമുക്ക് ട്രൂ മോട്ടിവേഷൻസ് എന്തൊക്കെയാണ്, നമ്മുടെ പേടികൾ എന്തൊക്കെയാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. ഈ ഒരു ക്ലാരിറ്റിയാണ് നമുക്ക് ലാസ്റ്റിംഗ് ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തൊരു കാര്യം, നമ്മുടെ ഇമോഷൻസ് റെക്കഗ്നൈസ് ചെയ്യുക. നമ്മുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഇമോഷൻസ് തോന്നുമല്ലോ, അത് ഏതൊക്കെ ഏരിയാസിലാണ് നമ്മുടെ അറ്റൻഷൻ വേണ്ടത് എന്നുള്ളതിൻ്റെ സിഗ്നലാണ്. ഇപ്പോൾ സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആങ്കർ വരാം, സാഡ്നെസ് വരാം, ആങ്സൈറ്റി ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കുറച്ച് ട്രിഗേഴ്സ് ഉണ്ടാവും, ചില കാര്യങ്ങളുണ്ടാവും. അത് മനസ്സിലാവും നമ്മുടെ സെൽഫ് അവെയർ ആകുമ്പോൾ. അപ്പോൾ ഓരോ ഇമോഷൻസിനെയും നമ്മൾ നെയിം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അത് വരുന്നത്, അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മളിൽ തന്നെ കൺട്രോൾ ഉണ്ടാവും. മറ്റുള്ളവരെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ഈ ഇമോഷൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം വന്നിരിക്കുന്നതെന്ന്. അതുപോലെ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നല്ല തോട്ട്ഫുള്ളായിട്ട് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും. ഓവർ ദ ടൈം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്, അല്ലാതെ റിയാക്ട് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സ് എല്ലാം നല്ല സ്മൂത്താവും, നമ്മളെടുക്കുന്ന ഡിസിഷൻസും കൂടുതൽ ബെറ്റർ ആവും. അപ്പോൾ ഇങ്ങനെ ഇമോഷൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചേഞ്ചിന്. കാരണം നമ്മുടെ എക്സ്റ്റേണൽ ബിഹേവിയറിനെ മാത്രമല്ല, നമ്മുടെ ഇൻറ്റേർണൽ റെസ്പോൺസസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് വലുതാവുകയും ചെയ്യും നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ. അതുപോലെ നമുക്കൊരു ഓണസ്റ്റ് റിഫ്ലക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അടുത്തത്, നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ പല ഹാബിറ്റ്സും നമ്മുടെ സബ് കോൺഷ്യസ് ബിലീഫ്, നമ്മൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ബിലീവ് ചെയ്ത കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ പല ഹാബിറ്റ്സും ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ അത്ര നല്ലതല്ല, ഞാൻ എപ്പോഴും ഫെയിൽ ചെയ്യും, അങ്ങനത്തെ നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ ബിലീഫ്സാണ് നമ്മുടെ വളർച്ചേനെ പിൻവലിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺസ് അത് ശ്രദ്ധിക്കുക. ലൈക്ക് നമ്മൾ റിപ്പീറ്റഡായിട്ട് ഫെയിലാവുന്നുണ്ടോ അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമ്മുടെ ലിമിറ്റേഷൻസിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമ്മൾ എംപവറിങ് വൺസ്, അടിപൊളി ബിലീഫ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ എനിക്ക് ലേൺ ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഗ്രാജ്വലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ബിലീഫ്സ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് കൺട്രോളിൽ വരുത്താൻ പറ്റും. നമ്മുടെ മനസ്സിൽ പുതിയ ചേഞ്ച് വരുത്താനും പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു അവെയർനെസ്, നമ്മുടെ ഈ ബിലീഫ്സിൻ്റെ അവെയർനെസ്സാണ് നമ്മളെ എല്ലാത്തിൽ നിന്നും ഒന്ന് ബ്രേക്ക് ഫ്രീ ചെയ്യാനും നമ്മൾ വെച്ചിരിക്കുന്ന റിസ്ട്രിക്ഷൻസ് നമുക്ക് മാറ്റിയെടുക്കാനും നമ്മുടെ ട്രൂ പൊട്ടൻഷ്യലിനനുസരിച്ച് ആക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നത്. അതുപോലെ
നമ്മുടെ പഴയ ആക്ഷൻസിനെ മനസ്സിലാക്കുന്നതും നമ്മുടെ സെൽഫ് അവെയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ സക്സസ്സസ് നമ്മൾ റിവ്യൂ ചെയ്യുക, അതുപോലെ നമ്മുടെ ഫെയിലിയറും ജഡ്ജ്മെൻ്റ് ഇല്ലാതെ തന്നെ ഒന്ന് റിവ്യൂ ചെയ്യുക. ഏതൊക്കെ ചോയ്സസ് ആണ് നമുക്ക് ഈ ഒരു റിസൾട്ടിലോട്ട് എത്തിയത്, ഈ ഒരു റിഫ്ലക്ഷൻ നമ്മൾ ഹാബിറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഏതൊക്കെ ഹാബിറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യണം, അതുപോലെ ഏതൊക്കെ ബിഹേവിയറാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, ഇതും മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഗിൽറ്റി കാര്യമല്ല, നമ്മുടെ ഉള്ളിലെ ഇൻസൈറ്റാണ്, നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കുന്ന ഒരു ഇൻസൈറ്റാണ്. അപ്പോൾ പഴയ ബിഹേവിയേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ റിലേഷൻഷിപ്പിൻ്റെ കോസും ഇഫക്റ്റും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവും. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളെ കോൺഷ്യസ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനും പഴയ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ടും ഓണസ്റ്റായിട്ടും അതുപോലെ നമ്മൾ കുറ്റപ്പെടുത്താതെയും ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ട്രിഗേഴ്സ് നമ്മൾ മനസ്സിലാക്കുക. എല്ലാവർക്കും ഉണ്ടല്ലേ ഇമോഷണൽ ഒരു ബിഹേവിയർ ട്രിഗേഴ്സ്. നമ്മുടെ കുട്ടികൾ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാതിരിക്കുമ്പോൾ, ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്ന ഒരു റൂട്ടീൻ നമ്മൾ നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് അതിൽ റെസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാനും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സർപ്രൈസ് വന്നാൽ നമുക്ക് ഒരു വിഷമം തോന്നാതിരിക്കുന്ന ടൈപ്പിലുള്ള റൂട്ടീൻ നമ്മൾ അല്ലെങ്കിൽ മനുഷ്യന്മാരാണ് നമ്മളുടെ ഈ സ്ട്രോങ് റിയാക്ഷൻസിനെ ഉണ്ടാക്കുന്നത്. അതൊന്ന് അവെയറായിട്ട് നമ്മളുടെ ആ ട്രിഗേഴ്സ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ട്രിഗേർഡ് ആവുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതെന്തുകൊണ്ടാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതെന്നും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ കുറ്റപ്പെടുത്തലാവാം, സ്ട്രെസ്സാവാം, അല്ലെങ്കിൽ ചില എൻവയോൺമെൻ്റ് ആവാം നമുക്കൊരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ വിത്ഡ്രോവൽ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളൊരു സ്ട്രാറ്റജീസ് നമുക്ക് പഠിക്കാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ കുട്ടികൾ ഫുഡ് കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കുക, നമ്മൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവർ ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാതെ. അതുപോലെ അവർക്ക് എക്സാം ഉണ്ടാവും, അപ്പോൾ പഠിക്കേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, പിന്നെ കുറച്ച് നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ മാറി നിൽക്കുക. അങ്ങനെ ഡിഫറെൻറ്റ് ഡിസിഷൻസ് നമ്മൾ എടുക്കണം. അപ്പോൾ പലരുടെയും ബിഹേവിയർ ചിലപ്പോൾ നമുക്ക് ട്രിഗറിങ് ആയിരിക്കും, അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ട്രിഗേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെ ചാലഞ്ചസിൽ കൂടെ നമ്മൾ കാമായിട്ട് മുന്നോട്ട് പോകണം, എന്നിട്ട് ആ റെസ്പോൺസസും നമ്മൾ ചൂസ് ചെയ്യണം. ഇത് നമ്മുടെ ഗോൾസായിട്ട് അലൈൻഡ് ആയിട്ട് പോകാൻ വേണം. അപ്പോൾ നമ്മുടെ ട്രിഗേഴ്സ് നമ്മൾ അറിയുന്നത് നമ്മളെ എംപവർ ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഈ ഒരു കാര്യം ട്രിഗറിങ് ആണ്, യു ഹാവ് ടു സ്റ്റേ സ്ട്രോങ് ഹിയർ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ആ ഒരു റിയാക്ട് ചെയ്യുന്ന ടെൻഡൻസീനെ നമുക്ക് കോൺഷ്യസ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ പൊട്ടിത്തെറിക്കുന്നതിനേക്കാളും നമുക്ക് കുറേയും കൂടി നമ്മുടെ റിയാക്ഷൻസിൽ നമുക്ക് കൺട്രോൾ ഉണ്ടാവും. അത് നമ്മുടെ പേഴ്സണൽ ചേഞ്ചിന് ഒരുപാട് എസെൻഷ്യലാണ്. പിന്നെ നമ്മളെ തന്നെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുക. ഓണസ്റ്റായിട്ട് നമ്മൾ എന്താണോ എങ്ങനെയാണോ എന്നുള്ളതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ഈ സെൽഫ് അവെയർനെസ് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഹാബിറ്റ്സ് എന്താണ്, നമ്മുടെ ഇമോഷൻസ് എന്താണ്, അത് ജഡ്ജ്മെൻറ്റ് ഇല്ലാതെ നമ്മളൊന്ന് റിയലൈസ് ചെയ്യുക. അത് നമ്മുടെ ഗ്രോത്തിന് വളരെ എസെൻഷ്യലാണ്. നമ്മളല്ലാതെ നമ്മൾ വേറൊരാളായിട്ട് നമ്മൾ പ്രിറ്റൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ കണ്ടടയ്ക്കുന്നതോ അത് ഉള്ളിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും, നമുക്ക് മാറാനും സാധിക്കില്ല. അപ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ തന്നെ ക്ലിയർലി നമ്മൾ കാണുക, എവിടെയാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്. ഇങ്ങനെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ സെൽഫ് ക്രിറ്റിസിസം, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും, കുറച്ച് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും പറ്റും. നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ചേഞ്ച് വേണ്ടതെന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റായിട്ട് അത് ചെയ്യാൻ പറ്റും. ഓണസ്റ്റായിട്ട് സെൽഫ് ആക്സെപ്റ്റൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ഷമയും അതുപോലെ സഹനശക്തിയും വരും. പിന്നെ അതുപോലെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സസ്റ്റെയിനബിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്ട്രെസ്ഫുൾ ജേർണീനേക്കാളും നല്ല സമാധാനപരമായിട്ട് നമുക്ക് ആ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതുപോലെ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുക. നമ്മളുടെ ഒരു ഇതിൽ മാത്രം പോവരുത്, ഒരു ബ്ലൈൻഡ് സ്പോട്ടായിട്ട് പോവരുത്. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, നമ്മുടെ മെൻറ്റേഴ്സ് അവരെല്ലാം എന്താ പറയണേന്ന് നോക്കുക, അവരുടെ പേഴ്സ്പെക്റ്റീവ് നോക്കുക. ചിലർ നമ്മളിലൊരു പാറ്റേൺ കാണും, ഒരു ബിഹേവിയർ എങ്ങനെയാണ്, നമ്മുടെ സ്ട്രെങ്ത് എങ്ങനെയാണ്, നമ്മളത് അത്ര അധികം ശ്രദ്ധിക്കില്ല. അപ്പോൾ കൺസ്ട്രക്റ്റീവായിട്ട് അവർ തരുന്ന ഫീഡ്ബാക്ക് നമ്മൾ ഫൈറ്റ് ചെയ്യാതെ, നമ്മൾ തിരിച്ചങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയാതെ നമുക്ക് എവിടെയാണോ ചേഞ്ച് വേണ്ടത്
വേണ്ടത് എന്നുള്ളത് അവരുടെ ആ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ ഓൾറെഡി വർക്കിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആവുകയും ചെയ്യും നമുക്ക്. അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ ഇൻസൈറ്റ് നമ്മളെക്കുറിച്ചൊരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മറ്റുള്ളവരുടെ ഒബ്സർവേഷൻസ് പ്ലസ് നമ്മുടെ ഇൻറ്റേർണൽ ഒബ്സർവേഷൻ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ബിഹേവിയറും ബിലീഫ്സും ഹാബിറ്റ്സും എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഹാബിറ്റ്സ് ഒന്ന് ട്രാക്ക് ചെയ്യുക. നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് നമ്മൾ എന്താണെന്നുള്ളത് കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആക്കി തരും. ലൈക്ക് നമ്മുടെ റുട്ടീൻസ്, നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ളതും ഹാംഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള റുട്ടീൻസ് ഉണ്ടാവും. ആ ഹാബിറ്റ്സ് ഒന്ന് ട്രാക്ക് ചെയ്യുക. കാരണം നമ്മൾ ടാസ്കുകളിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, നമ്മുടെ ഡയറ്റിൻ്റെ ചോയ്സ്, നമ്മുടെ ഇമോഷണൽ റിയാക്ഷൻസ്, ഇതെല്ലാം ചിലപ്പോൾ നമ്മളധികം അങ്ങ് ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം പുറത്തോട്ട് വരും. അപ്പോൾ നമുക്ക് കോൺഷ്യസ് ആയിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യും. ഏത് ഹാബിറ്റ്സ് കീപ്പ് ചെയ്യണം, ഏത് മോഡിഫൈ ചെയ്യണം, ഏത് കളയണം. ചില ഹാബിറ്റ്സ് കുറച്ച് നാൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ അത് ഹെൽപ്പ് ചെയ്യും. ഹാബിറ്റ് ട്രാക്കിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രസ്സിനെ അവെയർ ആവുകയും ചെയ്യും. അതുപോലെ നമുക്ക് മോട്ടിവേഷൻ കൂടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ഡെയിലി ബിഹേവിയേഴ്സ് നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻറ്റ് വേയിൽ നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ലൈഫിൽ ഇത്രയും ഡീപ്പായിട്ട് ചെയ്യണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എങ്കിലും നമുക്ക് പല കാര്യത്തിലും നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് പയ്യെ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളുടെ ലാംഗ്വേജ് നോട്ടീസ് ചെയ്യുക. നമ്മുടെ ഇന്നർ ബിലീഫ്സും സെൽഫായിട്ട് നമ്മൾ നോക്കുന്ന ആ ഒരു ലാംഗ്വേജ്, ലൈക്ക് എനിക്ക് പറ്റില്ല, ഞാൻ എപ്പോഴും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തായാലും ചെയ്യണം, ഇതെല്ലാം ലിമിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ അതുപോലെ എക്സ്റ്റേർണൽ ലാംഗ്വേജ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതിനെ നമ്മൾ പോസിറ്റീവ് ലാംഗ്വേജ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ഈ ഒരു ലാംഗ്വേജ് നമ്മുടെ തോട്ട്സിനെയും പിന്നെ അതുപോലെ നമ്മുടെ ആക്ഷനെയും ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വേർഡ്സ് നമ്മുടെ ഇമോഷൻസിനെ, ഡിസിഷൻസിനെ, ഇൻട്രാക്ഷൻസിനെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ നോക്കുക. അതുപോലെ നമുക്ക് എന്താണ് കറക്റ്റ് വേണ്ടതെന്ന് നമ്മളെ തന്നെ അവെയർ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഗോൾസ് എന്താണ്, വാല്യൂസ് എന്താണ്, പ്രയോറിറ്റീസ് എന്താണ്, നമ്മുടെ ഡെയിലി ആക്ഷൻസ് അതിനായിട്ട് അലൈൻഡ് ആണോ എന്ന് മനസ്സിലാവും. പലപ്പോഴും നമ്മളൊരു റൂട്ടീൻ ഫോളോ ചെയ്യും, ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യത്തൊന്നുമില്ല. നമ്മുടെ ഏറ്റവും വലിയ ഗോളിനെ അത് സെർവ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കില്ല. നമ്മൾ കുറച്ച് സാധാരണ ഫോളോ ചെയ്യുന്ന റുട്ടീൻ അങ്ങ് ചെയ്യും. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ഈ റുട്ടീൻ ഉണ്ടാക്കാൻ. അതല്ലെങ്കിൽ ചിലപ്പം നമുക്ക് മീനിങ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻറ്റ്, അതുപോലെ എനർജി നമ്മൾ വേസ്റ്റ് ചെയ്യാതെ നോക്കുക. എന്നിട്ട് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ആക്ഷൻസിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഡിസിഷൻ മേക്കിംഗ്, ടൈം മാനേജ്മെൻറ്റ്, ഇതിലെല്ലാം ഈ പ്രയോറിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഓരോ ആക്ഷനും നമ്മളെ റെസ്പോൺസിബിലിറ്റി എടുക്കുക. നമുക്ക് എന്താ പറയുക, നമ്മുടെ ബിഹേവിയർ മാറ്റിയാലാണ് നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമ്മുടെ വീട്ടിൽ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നമ്മുടെ ബിഹേവിയർ നമ്മൾ മാറ്റണം. നമ്മൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കുന്ന രീതി മാറ്റണം. ചിലപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പാരൻറ്റിങ് വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങൾ പലതും നമുക്ക് വർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ വേറെ റൂട്ടൊക്കെ പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ ചോയ്സസും നമ്മുടെ ലൈഫ് ഷേപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഓരോ സർക്കംസ്റ്റൻസസിനെ നമ്മൾ ബ്ലെയിം ചെയ്യരുത്. ഇതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റാഞ്ഞത്, ഇതുകൊണ്ടാണ് ഞാൻ വളരാഞ്ഞത്. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്സും നമ്മുടെ സക്സസ്സും എല്ലാം നമ്മൾ അക്നോളജ് ചെയ്യണം. അതുപോലെ നമുക്ക് റെസ്പോൺസിബിൾ ആകുമ്പോൾ നമ്മൾ ഡിസിപ്ലിൻഡ് ആവാനും പ്രൊആക്റ്റീവായിട്ട് ചിന്തിക്കാനും എല്ലാം നമുക്ക് പറ്റും. നമ്മുടെ റോള് നമ്മൾ നോക്കുക. നമ്മുടെ അവെയർനെസ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് വർക്ക് ചെയ്യും, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിളായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പുറമേ നിന്നുള്ള സൊല്യൂഷൻസ് നമ്മൾ നോക്കാതെ നമ്മുടെ തന്നെ ട്രാൻസ്ഫോർമേഷന് നമ്മൾ സ്വയം അക്കൗണ്ടബിളായിട്ട് ഇരിക്കും. അടുത്തത് നമ്മുടെ ഒരു ഇൻറ്റ്യൂഷനെ നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ വോയിസ് ഉണ്ട്. അത് കുഞ്ഞു കുഞ്ഞു സിഗ്നൽസൊക്കെ തരും.
പിന്നെ ചില ഗട്ട് ഫീലിംഗ് ഉണ്ടാവും, ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഈ ഒരു ഡെസിഷൻ എടുക്കാം. അതിനെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. കാരണം അത് പലപ്പോഴും റിപ്പീറ്റഡ് മിസ്റ്റേക്സ്, നമുക്ക് ആ ഗട്ട് ഫീലിംഗ് മിക്കവാറും കറക്റ്റായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ആ ഒരു ഇൻറ്റേർണലി നമുക്ക് കിട്ടുന്ന ക്യൂസൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ആക്ഷൻസ് നമ്മുടെ ഒതൻറ്റിക് നമ്മളെന്താണോ അതായിട്ട് അലൈൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻറ്റ്യൂഷൻ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനും അതുപോലെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. നമുക്കതുപോലെ മൈൻഡ്ഫുൾനെസ്സും റിഫ്ലക്ഷനും പേഷ്യൻസും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഗോൾസ് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മുടെ ഗോൾസ് ശരിക്കും നമുക്ക് നമ്മുടെ മനസ്സിലെ ഏറ്റവും ആഗ്രഹം ഉള്ള കാര്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ, അതോ നമ്മൾ പുറത്തുള്ള എക്സ്പെക്റ്റേഷൻസിനനുസരിച്ചിട്ടാണോ പോകുന്നത് എന്ന് നമ്മൾ നോക്കുക. പലപ്പോഴും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനും അവരുടെ അപ്രൂവൽ കിട്ടാനും അല്ലെങ്കിൽ സോഷ്യലി എന്താണോ നല്ലത് അതിനനുസരിച്ചിട്ടാണ് പലപ്പോഴും ആൾക്കാർ മുന്നോട്ട് പോവാറ്. പക്ഷെ അതൊന്ന് മാറ്റിയിട്ട് നമ്മളൊന്ന് ഓണസ്റ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യുക. നമുക്ക് എന്താണോ വേണ്ടത്, ഇമ്പോസ് ചെയ്തേക്കുന്ന കാര്യങ്ങളെക്കാളും നമുക്ക് എന്താണോ വേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ അവെയർനെസ് കൊണ്ട് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുമ്പോഴും എല്ലാമാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവാതെയും ഡിസാറ്റിസ്ഫൈഡ് ആവാതെ ഇരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ ഗോൾസും നമ്മൾ അസസ് ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ വാല്യൂസും നമ്മുടെ സർക്കംസ്റ്റൻസസും ആയിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. അപ്പോൾ നമുക്ക് മീനിങ് ആയിട്ടുള്ളൊരു ചേഞ്ച്, സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ സ്ട്രെസ്സിനെ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ചില പാറ്റേൺസ് ഉണ്ട്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില പാറ്റേൺസ് ഉണ്ട് നമ്മൾ മാറ്റേണ്ടത്. നമ്മളൊരു പ്രഷർ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, നമ്മൾ ചിലപ്പോൾ അത് അവോയ്ഡ് ചെയ്യുകയാണോ, നമ്മൾ അഗ്രസീവാണോ, അല്ലെങ്കിൽ ഒരുപാട് നേരം ചിന്തിച്ചിരിക്കുകയാണോ, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെൽഫ് അവെയർനെസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ റിയാക്ഷൻസ് നമ്മളൊന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് അതിനെ കോപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ള സ്ട്രാറ്റജീസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ടെമ്പററി ഇമോഷണൽ റെസ്പോൺസ് ആണോ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഉള്ള രീതിയിലാണോ നമ്മൾ റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പൾസീവായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഒഴിവാക്കാനും നമ്മളുടെ സഹനശക്തി ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ട്രിഗേഴ്സ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക, റിയാക്ഷൻസ്, ഔട്ട്കംസ് ഇതെല്ലാം നമ്മൾ നോക്കുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ സ്ട്രെസ് ലിമിറ്റ്സ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള സെൽഫ് അവെയർനെസ് നമുക്ക് കൂടുതൽ ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാനും നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ചോയ്സസ് എടുക്കുന്നത് ഒഴിവാക്കാനും എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യും. അത് ഉണ്ടെങ്കിലാണ് നമുക്ക് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഗ്രോത്തും പിന്നെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ഹാബിറ്റ്സും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അടുത്തത് നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്യുക. അതായത് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാമെന്ന് മനസ്സിലാവും. അതായത് നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ്, നമ്മുടെ സറൗണ്ടിങ്സ് ഇതെല്ലാം ജഡ്ജ്മെൻറ്റ് ഇല്ലാതെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഒരു ക്ലാരിറ്റി വരാനും ഓട്ടോമാറ്റിക് റിയാക്ഷൻസ് ഇല്ലാതിരിക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, ലൈക്ക് മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, പിന്നെ മൈൻഡ്ഫുൾ ടാസ്ക്. ഇതെല്ലാം നമ്മുടെ ബോഡിയിലുള്ള സെൻസേഷനും മെൻ്റൽ സ്റ്റേറ്റും ബിഹേവിയറൽ ടെൻഡൻസി എല്ലാം മനസ്സിലാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് മൈൻഡ്ഫുള്ളി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിഫ്ലക്ഷൻ ചെയ്യുക. ലൈക്ക് അതൊരു വൺ ടൈം എക്സസൈസ് അല്ല, ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ജേർണലിങ്, സെൽഫ് ചെക്ക് ഇൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക. നമ്മുടെ ലൈഫ് സർക്കംസ്റ്റൻസ്, പ്രയോറിറ്റീസ്, ചാലഞ്ചസ് ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രസ് നോക്കുക, സെറ്റ് ബാക്സ് എന്തൊക്കെയാണെന്ന് നോക്കുക, നമ്മുടെ ലെസൺസ് നമ്മൾ പഠിച്ചത് ഒന്ന് നോക്കുക. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ പേഷ്യൻസും റെസിലിയൻസും എല്ലാം കൊണ്ടുവരും. പിന്നെ ലാസ്റ്റിംഗ് ആയിട്ടൊരു ചേഞ്ച് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ നമുക്ക് പാറ്റേൺസ് നമ്മൾ ഇവോൾവ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഒബ്സർവ് ചെയ്യുക. അതുപോലെ നമ്മൾ തന്നെ ലേൺ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു രീതി നമുക്ക് മനസ്സിലായി കിട്ടും. അപ്പോൾ ഈ ഒരു സെൽഫ് അവെയർനെസ് ആണ് പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മീനിങ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മുടെ സെൽഫ് അവെയർനെസ്സിനെ കുറിച്ചുള്ള സ്ട്രോങ് ആയിട്ടുള്ള 16 പോയിൻറ്റ്സ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എല്ലാം ശ്രദ്ധിക്കുക. അതുപോലെ ഹൈപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുക.
അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.